ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം അല്ലെ. മസ്തിഷ്ക ജ്വരം എന്നൊക്കെ അതിന് പേരുണ്ട്. എന്താ അങ്ങനെ പേര് പറയാൻ കാരണം? തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. മാത്രമല്ല 1 മുതൽ 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം അവർക്കാണ് പ്രതിരോധ ശേഷി കൂടുതലോ കുറവ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്തിന്? ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. അത് ഒരു ക്യൂലെക്സ് എന്ന് പറയുന്ന ഒരു കൊതുകാണ് പരത്തുന്നത്. ക്യൂലെക്സ് മന്തൊക്കെ പരത്തുന്ന ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് തന്നെയാണ് കൊതുകാണ് ഇതും പരത്തുന്നത്. ഇത് അശുദ്ധ ജലത്തിലാണ് ഈ വിഭാഗത്തിലെ കൊതുകുകൾ മുട്ടയിടുന്നത്, പെരുകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ബേർഡ്സ് ആയിട്ടുള്ള കൊച്ചിയിലും കുളക്കോഴിയിലൊക്കെ ഇതിന്റെ വൈറസ് ധാരാളമുണ്ട്. പിന്നെ പന്നിയിലുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അവരിൽ നിന്നാണ് കൊതുക് വഴി നമ്മളിലേക്ക് ഈ രോഗം പകരുന്നത്. അപ്പോ ഈ രോഗം വളരെ മാരകമാണ്. പിടിപെട്ട് കഴിഞ്ഞാൽ 30% ആളുകൾക്ക് മരണം സംഭവിക്കും. കേട്ടോ പറഞ്ഞത്? 40%-ലധികം ആളുകൾക്ക് ഇത് മാറിയാൽ അംഗവൈകല്യം ഉണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട് രോഗത്തിന്റെ കാഠിന്യം? മനസ്സിലായോ? 30% മരണമുണ്ട്. കോഴിക്കോട് 3 കുട്ടികൾ മരിച്ചു, കോഴിക്കോട് ജില്ലയില്. അപ്പൊ ഇപ്പോ കുത്തിവെപ്പ് ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലാണ്. അതിനു മുമ്പ് ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഇത് കുത്തിവെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 80% അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോ മലപ്പുറം ജില്ലയിൽ കുത്തിവെപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ കുട്ടികളായിട്ടുള്ള നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കുത്തിവെപ്പിന് തയ്യാറാവണം. അത് ഒരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് രോഗങ്ങളെ കുത്തിവെപ്പിലൂടെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. കോവിഡ് പോയില്ലേപ്പോ അല്ലെ? നമ്മളൊക്കെ 2ഉം 3ഉം ഒക്കെ എടുത്തതാണ് കുത്തിവെപ്പ്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് കുത്തിവെപ്പ് എടുക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണ്. പുറമെ കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു സമ്മതപത്രം ആവശ്യമാണ്. അത് നിങ്ങൾ നാളെ തന്നെ ടീച്ചേഴ്സിനെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ വളരെ മാരകമാണ്. തലച്ചോറിനെയാണ് ഇത് ബാധിക്കുന്നത്, ബ്രെയിനിനെ അല്ലെ. ഇതിന്റെ സാധാരണ ലക്ഷണം എന്ന് പറയുന്നത് പനിയുടെ ലക്ഷണം തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. 5 മുതൽ 15 ദിവസം വരെ പനിയും അതുപോലെ തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് വീണ്ടും തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? തലച്ചോറിന് നീർക്കെട്ട് വരും, അപസ്മാരം, പക്ഷാഘാതം, അതുപോലെ ആകെ തളർന്നിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പ്രവർത്തിക്കാതായി മാറും. അത്രയും മാരകമായിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് വീണ്ടും പറയുന്നത്.